സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ. പരസ്യപ്രചാരണമൊക്കെ നാളെയാണ് അവസാനിക്കുന്നത്. അതേസമയം വിവാദങ്ങളും വലിയ രീതിയിൽ മുറുകുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 3 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ആ അവസാന ലാപ്പിൽ ഏറ്റവും വലിയ രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രചാരണമാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നും ആ നിര കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ മുതൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട്. ഇന്നും അമിത്ഷയ്ക്ക് വിവിധ മണ്ഡലങ്ങളിൽ പരിപാടികൾ ഉണ്ട്. കൊല്ലത്തടക്കം അമിത്ഷാ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉണ്ട്. അതുപോലെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അങ്ങനെ നിരവധി ആളുകൾ, നിരവധി ദേശീയ നേതാക്കൾ നിലവിൽ പര്യടനത്തിനായി, പ്രചരണത്തിനായി കേരളത്തിൽ ഉണ്ട്. പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട് മലബാറിൽ പര്യടനത്തിനായി. അങ്ങനെ ഇന്നും നാളെയുമായി പരമാവധി പ്രചാരണം കൊഴുപ്പിച്ച് അവസാന ലാപ്പിൽ ആവേശം കൂടുതൽ ഉയർത്തി പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം അദ്ദേഹം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ മുഖ്യമന്ത്രി ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. റോഡ് ഷോ അടക്കം മണ്ഡലത്തിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന തരത്തിൽ മണ്ഡലങ്ങളിൽ നിറഞ്ഞ് കേരളത്തിൽ എല്ലായിടത്തും നിറഞ്ഞ സ്ഥാനാർത്ഥികൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പരമാവധി ഇന്നിപ്പോൾ ഈ വാഹന പര്യടനത്തോടൊപ്പം തന്നെ റോഡ് ഷോകളാണ് ഇന്നും നാളെയുമായൊക്കെ പല സ്ഥാനാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലം മുഴുവൻ ചുറ്റിയുള്ള റോഡ് ഷോകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ പര്യടനം നാളെ വൈകുന്നേരത്തോടുകൂടി, നാളെ 5 മണി വരെയാണ് പരസ്യപ്രചാരണത്തിനുള്ള സമയം എന്ന് പറയുന്നത്. അതിനു മുൻപ് ഒരു തവണ കൂടി പരമാവധി മണ്ഡലം ചുറ്റി വോട്ടർമാരെ കണ്ട് വോട്ട് തേടാനുള്ള ശ്രമമാണ് സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. ഏതായാലും നമുക്കറിയാം, പല വിവാദങ്ങൾ ചർച്ചയായ ഒരു പ്രചരണ കാലത്തിലാണ് നാളെ സമാപനമാകുന്നത്. ഡീൽ ആരോപണം മുതൽ വയനാട്ടിലെ കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പടക്കമുള്ള ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ LDF-നെതിരെയുള്ള കടന്നാക്രമണം, അത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടു. അതുപോലെ തന്നെ LDF ഈ തെരഞ്ഞെടുപ്പിൽ വികസനം, LDF സർക്കാരിൻ്റെ വികസനമടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രചരണവും നടത്തുകയാണ്. അത്തരത്തിൽ ആർക്ക് ഇത് ഗുണം ചെയ്യും? എല്ലാവരും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഈ അവസാന ലാപ്പിലുമുള്ളത്. UDF ആവർത്തിച്ച് VD സതീശൻ പറയുന്നു, 100 സീറ്റിന് മുകളിൽ നേടി UDF അധികാരത്തിൽ വരും. ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട്. ആളുകൾക്ക് LDF-ന്റെ ഭരണം മടുത്തിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ശബരിമല സ്വർണ്ണക്കവർച്ചയും BJP-യും അതുപോലെ തന്നെ CPI-യും തമ്മിലുള്ള ഡീൽ ആരോപണം, SDPI-യുടെ പിന്തുണ അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള UDF മുന്നോട്ട് പോകുമ്പോൾ LDF തങ്ങളുടെ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഈ കാലത്ത് നടത്തിയത്. 5 വർഷം എന്ത് നടത്തി എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് UDF-ൻ്റേത്, ഇതിനു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിൻ്റേത് ഒരു ഇരുണ്ട കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് LDF എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തുന്നത്. അതേസമയം മറ്റ് ആരോപണങ്ങളെ അവർ തള്ളുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് SDPയുടെ പിന്തുണ, അതുപോലെ തന്നെ BJP CPIM ഡീൽ ആരോപണം അടക്കം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതേസമയം കോൺഗ്രസിനെതിരെ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ ഫണ്ട് അത് ഈ കോൺഗ്രസ് നേതൃത്വം തട്ടിയെടുത്തു, അതിന് കൃത്യമായ കണക്ക് പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. BJP അത്തരത്തിൽ ഈ 2 ഇടതു വലത് സർക്കാരുകൾ കേരളത്തെ പിന്നോട്ടടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് BJP-യും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസും അവർ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സംഭവബഹുലമായ പ്രചാരണ കാലമാണ് നാളെ അവസാനിക്കാനിരിക്കുന്നത്. ഏതായാലും അവസാന വട്ടത്തിലും കൂടി കൂടുതൽ ഈ പ്രചാരണം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തിച്ചുകൊണ്ട് ആവേശം മണ്ഡലങ്ങളിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും.
ശരി, വ്യക്തമാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണമൊക്കെ നാളെയാണ് അവസാനിക്കുക. വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.